എന്താണ് ഇനി ഇതിൽ സംഭവിക്കാൻ പോകുക? ഞാൻ കൗതുകകരമായി നോക്കുന്നത് പാകിസ്ഥാനുള്ളിലൊരു രാഷ്ട്രീയ വികാസമാണ്. ഇവിടെ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ഭദ്രമാണ്. പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നത് വിമർശനമൊന്നുമല്ല ഉന്നയിച്ചിരിക്കുന്നത്. പ്രതിപക്ഷം ഒരു ഓൾ പാർട്ടി മീറ്റിംഗ്, ഒരു പാർലമെന്റ് സെഷൻ വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിനെ സർക്കാർ ആ അർത്ഥത്തിൽ കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ പാകിസ്ഥാനിൽ രസകരമായ കാര്യങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാനിൽ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചു തുടങ്ങിയതാണ്. എന്തുകൊണ്ടാണ് ഈ വെടിനിർത്തൽ നടന്നതിന് ശേഷവും, വെടിനിർത്താൻ തയ്യാറാണെന്ന് DGMO അറിയിച്ചതിന് ശേഷവും ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് പാകിസ്ഥാൻ ഷെല്ലാക്രമണവും ഡ്രോണാക്രമണവും നടത്തിയത്? ഒരൊറ്റ സന്ദേശമേ ഉള്ളൂ. അത് അസീം മുനീറിൻ്റെ പ്രഖ്യാപനമാണ്. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഷഹബാസ് ഷെരീഫ് അല്ല. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അസീം മുനീറാണ്. ഷഹബാസ് ഷെരീഫിനെ അവിടെ ഒരു പപ്പൻ പ്രധാനമന്ത്രിയായിട്ട് കൊണ്ടിരുത്താൻ അസീം മുനീറിന് അറിയാമെങ്കിൽ ഈ കാര്യം എപ്പോൾ വെടിനിർത്തണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് എന്നുള്ളൊരു പ്രഖ്യാപനമാണ്. അത് ആർക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനമാണ്? അത് വാങ്ങയ്ക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനമാണ്. അത് ചൈനയ്ക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതിൽ അമേരിക്ക ഇടപെട്ടു എന്ന് അമേരിക്ക ഒരു ക്ലെയിം എടുത്ത് പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് നന്ദി പറഞ്ഞിട്ടുണ്ട്. ഓർമ്മിക്കണം, ഇതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വ്യത്യാസം. ഇന്ത്യ ഈ വിഷയത്തിൽ ആർക്കാണ് നന്ദി പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യ നന്ദി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങൾക്കും സർക്കാരിനും ഇന്ത്യയിലെ മിലിറ്ററിക്കുമാണ് പറഞ്ഞിരിക്കുന്നത്.